കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ 24 മണിക്കൂർ അഖിലേന്ത്യാ പണിമുടക്ക് ആരംഭിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. അർദ്ധരാത്രി പണിമുടക്ക് ആരംഭിക്കും. CPM, CPI അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും കർഷക തൊഴിലാളി സംഘടനകളും സർക്കാർ അധ്യാപക സംഘടനകളും പണിമുടക്കിൽ പങ്കെടുക്കും. INTUC കേരളത്തിൽ പ്രത്യേകമായാണ് പണിമുടക്കുന്നത്. ലേബർ കോഡുകൾ പിൻവലിക്കുക, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക, കർഷക വിരുദ്ധ നയങ്ങൾ പിൻവലിക്കുക, വൈദ്യുതി നിയമ ഭേദഗതി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് നടത്തുന്നത്. പണിമുടക്ക് പാലക്കാട് ജില്ലയിലും പൂർണ്ണമാകും. കടകമ്പോളങ്ങളും സർക്കാർ ഓഫീസുകളും പൊതുമേഖലാ സ്ഥാപനങ്ങളും അടഞ്ഞുകിടക്കും. സ്വകാര്യ KSRTC ബസ്സുകൾ സർവീസ് നടത്തില്ല. ജനജീവിതം സ്തംഭിക്കും. സംസ്ഥാന സർക്കാരിന്റെ കൂടി പിന്തുണ പണിമുടക്കിനുള്ളതിനാൽ പൊതുവെ ശാന്തമാകാനാണ് സാധ്യത. BMS-ഉം അവർ നേതൃത്വം നൽകുന്ന സർവീസ് സംഘടനകളും വിട്ടുനിൽക്കും. എന്നിരുന്നാലും സർക്കാർ ഓഫീസുകൾ അടഞ്ഞു തന്നെ കിടക്കും. INTUC ജില്ലാ സെക്രട്ടറി K. മോഹൻദാസ് പണിമുടക്കിനെ കുറിച്ച് വിശദീകരിച്ചു. സമരം ന്യായമാണ് എന്നും അത് അധികൃതർ കണ്ടില്ല എന്നറിച്ചാൽ ഇനിയും സമരങ്ങളിലേക്ക് പോകേണ്ടി വരും. അഖിലേന്ത്യാ തലത്തിലാണ്, അല്ലാതെ ഒരു സംസ്ഥാനത്തോ അല്ലെങ്കിൽ ഒരു ട്രേഡ് യൂണിയനോ അല്ല നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സമരത്തിന് പ്രത്യേകതയുണ്ട്, വ്യാപ്തിയുണ്ട്. അതിൻ്റെ ആഴം മനസ്സിലാക്കിക്കൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ ജനവിഭാഗങ്ങളും, അപ്പോൾ മോട്ടോർ വാഹനങ്ങളാണെങ്കിലും മറ്റ് കർഷക തൊഴിലാളികളാണെങ്കിലും കയറ്റിറക്ക് തൊഴിലാളികളാണെങ്കിലും മറ്റ് ഓഫീസ് സംബന്ധമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ സംഘടനകളാണെങ്കിലും എല്ലാവരും ഈ രാജ്യത്തെ തൊഴിലാളികളെ സ്നേഹിക്കുന്ന തൊഴിലാളികളായിട്ടുള്ള ആളുകൾ മുഴുവനും ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട്, ഈ പണിമുടക്കിൽ പങ്കെടുത്തുകൊണ്ട് ഈ സമരം വിജയിപ്പിക്കാൻ വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം എന്നാണ് INTUCക്ക് വേണ്ടി എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അഖിലേന്ത്യാ പണിമുടക്ക് വൻ വിജയമാക്കുവാൻ CITU നേതാവ് M. രാജേഷ് പറഞ്ഞു. BMS ഒഴികെയുള്ള ഈ രാജ്യത്തിലെ മുഴുവൻ തൊഴിലാളികളും ഈ ഗവൺമെൻറ്റിനെതിരായി വലിയ പോരാട്ടത്തിലാണ്. BMS മനസ്സുകൊണ്ട് ഈ പണിമുടക്കിന് അനുകൂലമാണെങ്കിൽ പോലും അവർ പ്രത്യക്ഷത്തിൽ BJP എന്ന് പറയുന്ന ഗവൺമെൻറ് RSS നിയന്ത്രണത്തിലുള്ള അല്ലെങ്കിൽ RSS നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് BMS ഈ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിക്കാത്തത്. പക്ഷേ മനസ്സുകൊണ്ട് BMS ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകൾ ഈ പണിമുടക്കിന് അനുകൂലമാണ്. അതുകൊണ്ട് യാതൊരു സംശയമില്ല, ഈ പണിമുടക്ക്, നാളെ നടത്താൻ പോകുന്ന പണിമുടക്ക് വലിയ വിജയപ്രദമാകും. കോടിക്കണക്കിന് തൊഴിലാളികൾ ഈ പണിമുടക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പ്രവർത്തനത്തിൽ പങ്കാളികളാണ്. UTV ന്യൂസ്, പാലക്കാട്.